അങ്ങനെ ലക്നൗ ടീം തോറ്റുപുറത്തായി. ഇനി അവർക്ക് പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. ഇന്ന് ജയിച്ചുവെങ്കിൽ ലക്നൗ ടീമിന് ഈസി ആയിട്ട് പ്ലേ ഓഫിലെത്താൻ സാധിച്ചേനെ. എന്നാൽ ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇന്ന് ലക്നൗ കളി തോറ്റപ്പോൾ രാജസ്ഥാൻ ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിലെത്തി. അതുപോലെ ഇനി RCB ടീമിനും പ്ലേ ഓഫിലെത്താൻ സാധിക്കും. ഇന്ന് കളി തോറ്റ ശേഷം രാഹുൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഡൽഹി ഇന്ന് 208 റൺസാണ് അടിച്ചു കൂട്ടിയത്. സെക്കൻഡ് ബാറ്റിങ്ങിൽ ലക്നൗ ടീം 189 റൺസിൽ ഔട്ടായി. ഇന്ന് കളി തോറ്റ് IPL നിന്ന് പുറത്തായ ശേഷം രാഹുൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ മാച്ച് ഞങ്ങൾക്ക് ജയിക്കാമായിരുന്നു. ബാറ്റിങ്ങിലാണ് ഞങ്ങൾക്ക് അടിപതറിയത്. അവസാന നിമിഷം ഞങ്ങൾ കളി ജയിക്കുമെന്ന് തോന്നിച്ചിരുന്നു. എന്നാൽ പിന്നീട് കളി വിട്ടുപോയി. ഈ IPL ഒരുപാട് തെറ്റുകൾ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ കളി തോറ്റപ്പോൾ രാജസ്ഥാൻ ടീം പ്ലേ ഓഫിൽ എത്തിയിരിക്കുകയാണ്. അതുപോലെ ഞങ്ങൾ തോറ്റപ്പോൾ RCB ടീം രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിന്ന് ജയിക്കേണ്ട മത്സരമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചില്ല. ഡൽഹി ടീം മികച്ച ടാർഗറ്റാണ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അവരെ 200 റൺസിൽ ഒതുക്കണമായിരുന്നു. ഞങ്ങൾക്കതിന് സാധിച്ചില്ല. ഞങ്ങളിപ്പോൾ പുറത്തായിരിക്കുകയാണ്. അടുത്ത സീസണിൽ മികച്ച രീതിയിൽ കളിക്കുമെന്ന് രാഹുൽ വ്യക്തമാക്കി. അങ്ങനെ ലക്നൗ ടീമും ഡൽഹി ടീമും പുറത്തായിരിക്കുകയാണ്. ഈ രണ്ട് ടീമിനും ഇനി പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. ഇന്നത്തെ ഒരു മാച്ച് കൊണ്ട് തന്നെ രാജസ്ഥാൻ RCBക്ക് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. രാജസ്ഥാൻ ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിലെത്തി. അതുപോലെ RCB ടീമിനും പ്ലേ ഓഫിലേക്കുള്ള വാതിലാണ് ലക്നൗ ടീം തുറന്നിട്ടിരിക്കുന്നത്. ഇന്ന് ഡൽഹിക്ക് പകരം ലക്നൗ ആണ് ജയിച്ചതെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് പ്ലേ ഓഫിലെത്താൻ സാധിച്ചേനെ. എന്നാൽ ഡൽഹി ടീം ലക്നൗ ടീമിൻ്റെ വഴി മുടക്കിയിരിക്കുകയാണ്. മികച്ച വിജയം തന്നെയാണ് ഡൽഹി ടീം ഇന്ന് സ്വന്തമാക്കിയത്. അവസാന നിമിഷം ലക്നൗ ടീം ജയിക്കുമെന്ന് തോന്നിച്ചിരുന്നു. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.